الحمد لله رب العالمين. لا عز إلا في طاعته، ولا سعادة إلا في رضاه، ولا نعيم إلا في ذكره، الذي إذا أطيع شكره، وإذا عصي تاب وغفره، والذي إذا دعي أجابه، وإذا استعيذ به أعاذه. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. واعتصموا بالكتاب والسنة فإن خير الكلام كلام الله، وخير سنن محمد المصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله سبحانه وتعالى في القرآن الحكيم بعد أن أقول أعوذ بالله من الشيطان الرجيم: إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته وزادتهم إيمانا وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العظيم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, എൻ്റെ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ 2 ഖുത്ബകളിൽ നാം സംസാരിച്ചത് തവക്കുലിനെ കുറിച്ചാണ്. ഖുർആനിൽ തവക്കുലിനെ കുറിച്ച് പരാമർശിക്കുന്ന 6 സന്ദർഭങ്ങളുണ്ട് എന്നും അതിലെ 4 സന്ദർഭങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്തു. ഒന്നാമത്തെ സന്ദർഭം നേതൃത്വം നൽകുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും. രണ്ടാമത്തത് വിഭവശേഷിക്ക് വേണ്ടി തവക്കുൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ. മൂന്നാമത് ഭയവും ശത്രുതയും നേരിടുമ്പോൾ. നാലാമത് ആളുകളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം അവസാനത്തെ 2 അവസ്ഥകളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 5ാമത്തെ സന്ദർഭം ആന്തരിക സമാധാനവും സംരക്ഷണവും തേടുന്ന സന്ദർഭങ്ങൾ. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം, നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു അടിത്തറ നഷ്ടപ്പെടുമെന്ന് ഭയക്കുമ്പോൾ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന കാലത്ത് ഖുറൈശികളിൽ നിന്നും വലിയ തോതിലുള്ള എതിർപ്പുകളും പരിഹാസങ്ങളും നേരിട്ടിരുന്നു. പ്രവാചകനെ മാനസികമായി തളർത്താൻ അവർ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നീ ഒരു സാധാരണ മനുഷ്യനല്ലേ, നിനക്ക് എങ്ങനെ പ്രവാചകനാകാൻ കഴിയും, നിന്റെ കൂടെ എന്തുകൊണ്ട് ഒരു മലക്ക് വരുന്നില്ല എന്ന് തുടങ്ങി പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇത്തരം പരിഹാസങ്ങളും എതിർപ്പുകളും പ്രവാചകനെ ദുഃഖിപ്പിച്ചിരുന്നു. ഈ അവസരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലെ 58ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. പ്രവാചകരെ, ഒരിക്കലും മരണമില്ലാത്ത നിത്യജീവനായ ആ സാക്ഷാൽ ദൈവത്തിൽ സമർപ്പിക്കുക, അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക. തൻ്റെ അടിമകളുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാൻ അവൻ തന്നെ മതി. നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണമായി അർപ്പിക്കാനാണ് ഇവിടെ കൽപ്പിക്കുന്നത്.
ആരായിരിക്കണം നമ്മളുടെ ആശ്രയ കേന്ദ്രം? നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നാം സാധാരണയായി ആശ്രയിക്കുന്നത് സമ്പത്തിനെയോ അധികാരത്തെയോ സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയോ ഒക്കെയാണ്. ഇവയെല്ലാം എന്തെങ്കിലും ഒരിക്കൽ നമ്മെ വിട്ടുപോകുന്നത് തന്നെയാണ്, അതല്ലെങ്കിൽ നശിക്കുകയോ ചെയ്യും. എന്നാൽ അള്ളാഹു അൽ ഹയ്യാണ്. അവൻ ഒരിക്കലും മരണമില്ല. തകരാത്ത ഒരു ചുരൽ ചാരി നിൽക്കുന്നവൻ വീണു പോവില്ല എന്നതുപോലെ എന്നും ജീവിച്ചിരിക്കുന്നവനിൽ ഭരമേൽപ്പിക്കുന്നവൻ്റെ മനസ്സ് ഒരിക്കലും തകരില്ല. നമ്മൾ ഒരു പ്രയാസത്തിലായിരിക്കുമ്പോഴും അള്ളാഹുവെ സ്തുതിക്കാൻ, ഹംദ് ചെയ്യാൻ കഴിയുക എന്നത് വലിയൊരു ആത്മീയ കാര്യമാണ്. പ്രയാസങ്ങളിൽ പരാതി പറയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നത്, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഹൃദയത്തിന് കൂടുതൽ കരുത്ത് നൽകണം. തൻ്റെ ദാസന്മാരുടെ തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു തന്നെ ധാരാളം മതി. മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപങ്ങളാവട്ടെ, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന അൽ ഖബീർ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിലെ 42-ാം ആയത്തിൽ പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഈ ധിക്കാരികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയാത്തവനാണ് എന്ന് നീ ധരിക്കരുത്. നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പല അക്രമങ്ങളും വീക്ഷിക്കുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മുസ്ലിം ആയതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുമ്പോൾ, ബോംബുകൾ വർഷിക്കുമ്പോൾ, ജീവനോടെ ചുട്ട് കരിയിച്ച് കളയുമ്പോൾ എന്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ? എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുക എന്ന് സത്യവിശ്വാസികളും പ്രവാചകന്മാരുൾപ്പെടെ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അറിയുക, അള്ളാഹുവിൻ്റെ സഹായം ഇതാ വന്നെത്തിയിരിക്കുന്നു, ആസന്നമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്. ഈ ധിക്കാരികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയാത്തവനാണ് എന്ന് നീ ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ഭീകര നാളിലേക്ക് വേണ്ടി അവൻ അവരെ പിന്തിപ്പിക്കുകയാണ്. അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. പക്ഷേ നീ ഇപ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഒരാൾ മേൽനോട്ടം വഹിക്കുന്നു എന്ന ബോധം നമുക്ക് വലിയൊരു സമാധാനം നൽകുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം തളരാതെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ആശങ്കയിലാകുമ്പോൾ, മാനസികമായി തളരുമ്പോൾ ഇത്തരം അവസരങ്ങളിൽ തവക്കുൽ നൽകുന്ന പ്രതീക്ഷയാണ് നാം കാണുന്നത്. ആറാമത്തത്, തവക്കുൽ യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന സത്യവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ അനുസ്മരിക്കുന്നത് കേട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറക്കും. അള്ളാഹുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഒരു തരം ബഹുമാനം കലർന്ന ഭയവും ആദരവും ഉണ്ടാകുന്നു. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ തെറ്റിൽ നിന്നും പിന്തിരിയാൻ ഈ ഭയം സഹായിക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ. അവൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നു.
ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വാസിയുടെ മനസ്സിന് പുതിയ തെളിവുകളും വെളിച്ചവും നൽകുന്നു. ഖുർആനിലെ ഓരോ ഉപദേശവും നിയമവും കേൾക്കുമ്പോൾ ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പ് കൂടുന്നു. ഒരു മനുഷ്യന്റെ വിശ്വാസം എപ്പോഴും ഒരേ നിലയിൽ നിൽക്കുന്നതല്ല, മറിച്ച് നന്മകൾ ചെയ്യുമ്പോഴും അറിവ് ലഭിക്കുമ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥ വിശ്വാസികൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ മാത്രം അഭയം കണ്ടെത്തുന്നു. അവർ തങ്ങളാവുന്നത് പ്രവർത്തിക്കുകയും ഫലം അള്ളാഹുവിനായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. മറ്റൊന്നിനും തന്നെ തങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാവുകയും ചെയ്യും. ഇമാം സമഖ്ശരി തൻ്റെ അൽ കശാഫിൽ എന്ന തഫ്സീറിലൂടെ തവക്കുലിനെ കുറിച്ച് 2 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, തവക്കുൽ എന്നാൽ കാരണങ്ങൾ ഉപേക്ഷിക്കലല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തവക്കുൽ എന്നത് കൈകെട്ടി ഇരിക്കലല്ല. ഒരാൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും എന്നാൽ ആ പരിശ്രമത്തിൻ്റെ ഫലം അള്ളാഹുവിൽ നിന്നും മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തത്, ഹൃദയത്തിൻ്റെ ഏകാഗ്രത. തവക്കുലിനെ അദ്ദേഹം ഇൻഖിതാഉൽ ഖൽബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് സൃഷ്ടികളിൽ നിന്നുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായും മുറിച്ച് മാറ്റി സൃഷ്ടാവിലേക്ക് മാത്രം ഹൃദയത്തെ ബന്ധിപ്പിക്കുക. ഒരു മനുഷ്യൻ തന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആ മനുഷ്യനിലേക്കാണ് പോകുന്നത്. എന്നാൽ അള്ളാഹുവാണ് സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ ആ മനുഷ്യൻ കേവലം ഒരു നിമിത്തം മാത്രമായി മാറുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് തൈർ തഗ്ദു ഖിമാസൻ വതറൗഹു ബിതാന. അല്ലാഹുവിന് അർഹതയുള്ള വിധത്തിൽ നിങ്ങൾ അവനിൽ ഭരമേൽപ്പിച്ചാൽ രാവിലെ വിശന്ന് പുറത്തിറങ്ങുകയും വൈകുന്നേരം നിറയെ വയറുമായി മടങ്ങുകയും ചെയ്യുന്ന പക്ഷികൾക്ക് അവൻ ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ ഭക്ഷണം നൽകുന്നതാണ്. ഒരു പക്ഷി തൻ്റെ അന്നം തേടി കൂട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ അതിന് അറിയില്ല ഇന്നത്തെ അന്നം എവിടെയാണ് എന്ന്. എന്നിട്ടും അതിൻ്റെ ശ്രമം അത് തുടരുന്നു. പ്രപഞ്ചത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് അന്നം തേടി നടക്കുകയും പക്ഷേ വൈകുന്നേരം വയറ് നിറയാതെ ഒരിക്കലും അത് അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന അക്ബറ ആയത്തിൻ ഫിൽ ഖുർആനി തഫ്വീദ. തഫ്വീദിനെ കുറിച്ച്, തഫ്വീദ് എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പരിഭവങ്ങളും നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിന് കൈമാറൽ എന്നാണ്. ഏൽപ്പിച്ചു കൊടുക്കൽ, അധികാരപ്പെടുത്തൽ മാത്രമല്ല, അതിൻ്റെ അനന്തര ഫലം എന്താകട്ടെ അതും അള്ളാഹുവിന് കൈമാറുക എന്നാണ് തഫ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ തഫ്വീദിനെ കുറിച്ച് സംബന്ധിച്ച് ഖുർആനിലെ ഏറ്റവും മഹത്തായ വാക്യം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. വമിൻ ഹുനാ യുസ്തശ്ഫു മഅന തവക്കുലി വതുഅറഫു ഹഖീഖതുഹു. ഇതിൽ നിന്ന് അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാനും കഴിയുന്നു. ഇത് സത്യവിശ്വാസികൾക്ക് നൽകപ്പെട്ട ഒരു ഗ്യാരണ്ടിയാണ്. ഇത് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങളുടെ ഹസ്ബായി മാറുന്നു. അതായത് നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവശ്യങ്ങൾക്കും അവൻ തന്നെ ധാരാളം മതി. യഥാർത്ഥ തവക്കുൽ കേവലം വാക്കുകളിൽ മാത്രമല്ല, പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്ര പരിശ്രമിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അനന്തരഫലം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് യഖീൻ ഉണ്ടാവുക എന്നതും കൂടിയാണ്. എന്നിട്ട് ലഭിക്കുന്ന ഫലം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അതുമായി പൂർണ്ണ തൃപ്തിപ്പെടാനും സാധിക്കുക എന്നതാണ്. സഹോദരന്മാരെ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ.
നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിലെ വ്യക്തികൾക്കും സത്യവിശ്വാസികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك قريب مجيب الدعوات يا رب العالمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين اللهم وفق أميرنا لهداك واجعل أعماله في رضاك وألبسه ثوب الصحة والعافية اللهم اجمع كلمة المسلمين وألف بين قلوبهم اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه وسلم وآخر دعوانا عن الحمد لله رب العالمين وأقم الصلاة